നമുക്കറിയാം, മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യ ഒട്ടാകെ കൂടാതെ ഹിന്ദി സിനിമയിലും അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് ബാബു ആൻ്റണി. ഈ ക്രിസ്മസ് കാല വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹവുമായി പങ്കുവെക്കാം. ഇപ്പോൾ മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു അതായത് ശരിക്കും അവരുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, പഴയ ലോമപാത മഹാരാജാവിൻ്റെത് വൈശാലിയിൽ. അപ്പോൾ അതുപോലെ കുറേ ഒരു ഇടവേളയ്ക്ക് ശേഷം അതുപോലത്തെ ഒരു ക്യാരക്ടർ തിരിച്ചു കിട്ടിയപ്പോൾ സാറിന് എന്താ തോന്നിയത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് ആ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു സിനിമയായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ ദ്രോണാചാര്യയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈ മാനസിക സംഘർഷങ്ങളുള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഒരു ഗുരുവാണ്, അതേസമയത്ത് ഒരു അച്ഛനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിലാണ് അദ്ദേഹം വളരുന്നതും. ഞങ്ങൾ ഒരുപാടുള്ള പിന്നെ ഈ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ചില സംഭവങ്ങളും ഒക്കെ വരുമ്പോൾ ഒത്തിരി മാനസിക സംഘർഷങ്ങളുള്ള ഒരു കഥാപാത്രമായതുകൊണ്ട് അഭിനയത്തിന് ഒരുപാട് സ്കോപ്പുള്ള ഒരു കഥാപാത്രം കൂടിയാണ്. ശിഷ്യൻ എന്ന മനസ്സ് അംഗീകരിച്ച് പ്രാക്ടീസ് ചെയ്ത ഒരാളുടെ വിരൽ ചോദിക്കുന്ന അവസ്ഥ വരെ എത്തുക എന്ന് പറയുന്ന ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സിറ്റുവേഷനാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. മുൻപ് തന്നെയും നമ്മുടെ നായകന്മാരും ഒക്കെ ഒരുപാട് തമിഴിലോട്ടും അന്യഭാഷ തെലുങ്കിലോട്ടും ഒക്കെ വരാറുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ വില്ലന്മാർ അവിടെ പോയിട്ട് ശരിക്കും സ്റ്റാർ ആവാറുണ്ട്. അത് ശരിക്കും നായികമാരെക്കാളും ഒക്കെ മുൻപേ അവർ പോവാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പുതിയ പൂന്തന്നൽ എന്ന് പറഞ്ഞൊരു പടം മലയാളത്തിൽ ചെയ്തു. അതിൻ്റെ തെലുങ്ക് വേർഷനും തമിഴ് വേർഷനും ഒക്കെ എടുത്തപ്പോൾ എന്നെ തന്നെ അവർ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ തമിഴിലേക്ക് പോയത്. അതിൻ്റെ ഹിന്ദി വേർഷനിലും കന്നഡ വേർഷനും അങ്ങനെ 5 വേർഷൻസ് അവർ റീമേക്ക് ചെയ്തപ്പം അതിലൊക്കെ എന്നെ തന്നെ അവർ കാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് അവസരം ഉണ്ടായത്. നമ്മുടെ മലയാളത്തിൽ എന്ന് പറയുമ്പോൾ ഫൈറ്റ് സീൻസ് ഒക്കെ ആണെങ്കിലും ശരിക്കും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരിക്കും. പക്ഷെ തമിഴിലിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഹീറോ ഒരു വില്ലൻ ഇടിച്ചു കഴിഞ്ഞാൽ പറന്നു പോയി സിംഗപ്പൂർ വീഴുക, അങ്ങനെയുള്ള അവസ്ഥ അത് മലയാളത്തിലേക്കും കുറച്ച് കുടിയേറി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് അല്ല അങ്ങനെ ഒരു അപ്രോച്ച്. അപ്പോൾ ഞാൻ പണ്ട് മുതലേ ഞാൻ ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസിന് എപ്പോഴും ഒരു റിയൽ ലൈഫ് ടച്ച് കൊടുക്കാറുണ്ട്. കാരണം അങ്ങനെ ഒരു എക്സാജുറേറ്റഡ് അല്ല, എനിക്കൊരു സൂപ്പർ ഹീറോയെ പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ ഈ കേക്കറോഡിനകത്താണെങ്കിൽ പോലും ഒരു പോലീസ് ഓഫീസറാണ്, പക്ഷേ ഞാനൊരു സൂപ്പർ കോപ്പിനെ ഒന്നുമല്ല നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒരു ആവറേജ് IPS ഓഫീസറാണ്. അയാളുടെ ഇൻ്റലിജൻസും അയാളുടെ ഒരു ഇമോഷണൽ കോഷ്യൻറ്റും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അയാൾ ഫിസിക്കലി ഞാൻ ചെയ്യുന്നതുകൊണ്ട് ശക്തനാണെന്ന് അനുമാനിക്കുന്നു. നമ്മൾ മൊത്തത്തോടെ ഫിലിം കാണുന്നില്ല എന്ന് വെക്കാം, പകുതിക്ക് വെച്ചാണ് കാണുന്നതിലും ഇത് വില്ലനായിരിക്കും നമുക്ക് തോന്നുന്ന ലെവലിലാണ് ഇത് പോകുന്നത്. അതെ, കാരണം നമ്മുടെ സിനിമയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ സിനിമയുടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോകെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ജനങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം കണ്ടുപിടിക്കാൻ സെയിം സ്റ്റോറി ലൈൻ എല്ലാം ഒരേ ചട്ടക്കൂടിൽ തന്നെ നിർമ്മിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതൊരു അങ്ങനെ ചെയ്താൽ കൊമേഴ്സ്യലായിട്ട് സക്സസ്ഫുൾ ആകും എന്ന്, അല്ലെങ്കിൽ ഒരു സിനിമ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറേ പടങ്ങൾ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. എന്നാൽ പിന്നെ ആ സിനിമ തന്നെ ഒന്നര കണ്ടപ്പോൾ ജനങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഹിറ്റായ പടത്തിൻ്റെ ഫോർമുല വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസി നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ പെട്ടെന്ന് ബോറടിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഭരതേട്ടനൊക്കെ ഉണ്ടായിരുന്നപ്പം വിവിധ തരം സബ്ജക്റ്റുകൾ അവർ നോക്കി നല്ല സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്ത് ജീവിതത്തിൻ്റെ വിവിധ ആംഗിളുകൾ നമ്മളെ വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് എത്ര ഡയറക്ടർമാർക്ക് എത്ര സ്റ്റോറി റൈറ്റേഴ്സിനും ഉണ്ടാകുമെന്നും അറിയില്ല. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സും സ്റ്റോറി റൈറ്റേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഒക്കെ കുറച്ചുകൂടെ നട്ടല് സ്ട്രോങ് ആകാനുണ്ട്. താരങ്ങളുടെ മുമ്പിൽ വളയാതെ നിൽക്കണം. എന്നാലേ നല്ല തീർച്ചയായും താരങ്ങൾ ഒരുപാട് ഇപ്പം മലയാള സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അവരുടെ ജോലി ചെയ്യാൻ നമ്മൾ വിടുക, സ്റ്റോറി റൈറ്റർക്ക് അവരുടെ ജോലി ചെയ്യാൻ, ഡയറക്ടർക്ക് അവരുടെ ജോലി ചെയ്യാൻ നമ്മൾ അനുവദിക്കുക. കാരണം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഒരു സിനിമയിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സിനിമ നന്നാവുള്ളൂ. ഇപ്പോൾ ഹീറോ മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു മോണോ ആക്ട് പോലെ ഫീൽ ചെയ്യും. എന്താണെങ്കിലും ഹീറോ എന്ന് പറയുന്ന ഒരു പിരമിഡിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സ്റ്റോൺ പോലെ ഇരിക്കണം. അതിനാൽ സപ്പോർട്ടിങ് ആക്ടേഴ്സാണ് ബാക്കി എല്ലാ സ്റ്റോൺസും. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും നമ്മുടെ സ്റ്റോറി റൈറ്റേഴ്സിനും ഒക്കെ ആ ഇമാജിനേഷൻ ഉണ്ട്, പക്ഷേ അതെല്ലാം അങ്ങ് ഷണ്ടഡായി പോകുന്നു. അതാണ് കുഴപ്പമുണ്ടാകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ ഓഡിയൻസിനൊപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ മേലാത്ത ചിലർ വില്ലനാണെന്ന് വിചാരിക്കും, പക്ഷേ അയാൾ വില്ലനായിരിക്കില്ല. ഹീറോ ആണെന്ന് വിചാരിക്കും, ചിലപ്പോൾ ഹീറോ ആയിരിക്കില്ല. കാരണം ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗങ്ങളാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ, അല്ല ജീവിതത്തിൽ. അതിന് നമുക്ക് നല്ല റൈറ്റേഴ്സ് ഉണ്ട്, നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആകണം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ? ഏത് ലാംഗ്വേജ് ചെയ്യാൻ മാനസികമായിട്ട് കൂടുതൽ ഇഷ്ടം? ഒരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ നമ്മുടെ പൊൻകുന്നത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മലയാളി എന്ന നിലയ്ക്ക് എനിക്കും എപ്പോഴും കംഫർട്ടബിളായിട്ടുള്ള
എനിക്കറിയാവുന്ന കൂടുതൽ അറിയാവുന്ന കൾച്ചറും ലാംഗ്വേജും ഒക്കെ മലയാളം തന്നെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ 10-20 കൊല്ലമായിട്ട് ഞാനിപ്പോൾ എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ വില്ലനായിട്ട് 5 ലാംഗ്വേജിലും കേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഹീറോ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ള ലാംഗ്വേജ് കുറച്ച് അവോയ്ഡ് ചെയ്തു, മലയാളത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. എങ്കിലും ഞാൻ പണ്ട് മുതൽ എൻ്റെ ഒരു ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങാണ്, എങ്ങും പോകാതെ. ഇപ്പോൾ ഏത് ലാംഗ്വേജിലായിരിക്കും കൂടുതൽ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടാവുക? ഞാൻ എല്ലാം കൂടെ ഒരു 150 മൂവീസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പ്രോജക്റ്റ് ആയിരിക്കും മലയാളത്തിൽ തന്നെയാണ്. ഭരതൻ സാറിന്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞു. ഭരതൻ സാറിന്റെ ചിലമ്പ് എന്ന ഫിലിമിൽ ചെയ്തപ്പോൾ, അതായത് അതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഞാനന്ന് പിന്നെ പൂനെയിൽ നിന്ന് ഇങ്ങനെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് മദ്രാസിലെത്തുന്നു. അപ്പോൾ ഭരതേട്ടനെ ഞാനൊരു ദിവസം വീട്ടിൽ പോയി കാണുന്നു. പല ദിവസവും ഇങ്ങനെ വീടിൻ്റെ ഭാഗത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ധൈര്യമില്ലായിരുന്നു കയറാൻ. അപ്പോൾ ഏതൊക്കെയാലും ഞാനൊരു ദിവസം പുള്ളി അവിടെ നിന്ന് ഇപ്പം ഞാൻ കയറി ചെന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. അപ്പോൾ എവിടെയോ എന്തൊക്കെയോ ചെയ്യാമെന്നുള്ള ധാരണ എന്തെങ്കിലും പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു. എൻ്റെ ഒരു ആൽബം ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചു. പുള്ളി പറഞ്ഞു നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു 10 ദിവസം കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ 10 ദിവസം കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ പറയുന്നത് ചിലമ്പെന്ന് പറഞ്ഞ പടത്തിൽ ഇങ്ങനെ ഒരു ആയോധനകലയൊക്കെ പഠിച്ച ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരുന്നുണ്ട് ഈ ഹീറോയെ അടിക്കാനായിട്ട്, അത് ബാബു ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണത്. പക്ഷേ പുള്ളിയുടെ അന്നും മനസ്സിൽ എന്നെ കാണുന്നതിന് ഒരു 5 വർഷം മുമ്പ് ഈ വൈശാലിയുടെ പുള്ളി അതിനൊക്കെ ഒത്തിരി നാൾ മുമ്പ് പ്ലാൻ ചെയ്ത പടമാണ് വൈശാലി. അപ്പോൾ വൈശാലിയുടെ സ്കെച്ചൊക്കെ പുള്ളി വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ലോമപാത മഹാരാജാവിൻ്റെ സ്കെച്ച് എന്നെ പോലെ തന്നെ ആയിരുന്നു. പുള്ളി അപ്പോൾ തന്നെ അത് മനസ്സിൽ പ്ലാൻ ചെയ്തു. കാരണം പുള്ളി വിചാരിച്ച് ഇപ്പോൾ ഇവനൊരു അവസരം കൊടുത്തില്ല, ചിലപ്പോൾ പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊരു ഹോൾഡ് ചെയ്യാൻ വേണ്ടി പുള്ളിനോട് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ കാണുന്നതിന് മുമ്പ് 5 വർഷം മുമ്പ് വരച്ച ആ സ്കെച്ചാണ്, എന്നെ പോലെ തന്നെ ഇരുന്നു എന്നുള്ളതാണ് ഒരു നിമിത്തം. അങ്ങനെയാണ് ആ ചിലമ്പ് കഴിഞ്ഞ് പിന്നെ പ്രണാമം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വൈശാലി വന്നത്. അപ്പം അത് അങ്ങനെ ഒരു സംഭവം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഭരതേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പടങ്ങൾ ലോകത്തിലുള്ള എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും ഞാനിപ്പോൾ ഒരു ലോകത്തിലുള്ള 10 ഡയറക്ടേഴ്സിനെ എടുക്കുകയാണ്. അതിലൊരാൾ 10 നല്ല ഡയറക്ടേഴ്സിൽ ഒരാൾ അങ്ങനെയുള്ള ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന, ഒരു ഗ്രൂപ്പിലോ ഒരു കോക്കസിലോ ഒന്നും പെടാതെ വളരെ കഥാപാത്രങ്ങൾക്കും കഥയ്ക്കും വേണ്ടി മാത്രം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കലയിൽ ഒരു കോംപ്രമൈസും പുള്ളി ചെയ്യത്തില്ല. ആ ക്യാരക്ടറിന് ഇന്ന ആളെ നമുക്ക് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളി അതിനുവേണ്ടി മാക്സിമം അല്ലെങ്കിൽ ആ പറ്റുന്ന ആളെ തിരഞ്ഞു പിടിക്കുക എന്നുള്ളതാണ് പുള്ളി അതിൻ്റെ യാതൊരു വിവിധ വശങ്ങളും നോക്കത്തില്ല. ആളുടെ മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരുപാട് പുതുമുഖങ്ങളെ പോലെ എന്നെപ്പോലുള്ള പുതുമുഖങ്ങൾക്കൊക്കെ അവസരം കിട്ടിയത്.